ഹലോ എവരി വൺ, എൻ്റെ പേര് ഡോക്ടർ ബോബി കൃഷ്ണ. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ 2-3 ദിവസത്തേക്ക് മുന്നേ ഒരു സൺ പ്രൊട്ടക്ഷൻ്റെ ആവശ്യകതയെക്കുറിച്ചും എസ്പെഷ്യലി റെയിനി സീസണിൽ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ലിസ്ബണിലാണ്, പോർച്ചുഗലിലെ ലിസ്ബണിലാണ്. ഞാൻ ഇവിടെ എത്തി. ഞാൻ സൺ പ്രൊട്ടക്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ കാര്യം ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി എന്നുള്ളത് മനസ്സിലായത്. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട്. ഇതിപ്പോൾ ഉച്ചവെയിലാണ്, നല്ലപോലെ വെയിലുണ്ടെങ്കിലും പക്ഷേ വെയിലിനൊരു ചൂടൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറും സൺ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, ഞാൻ ചെയ്ത മടയത്തരമാണല്ലോ നമ്മുടെ നാട്ടിലും പലരും ചെയ്യുന്നത്. നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഇട്ടിങ്ങനെ ഇറങ്ങി, നമ്മൾ വലിയ വെയിലില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് വെയിൽ പെട്ടെന്ന് അങ്ങ് കൂടി. അപ്പോൾ നമ്മൾ ഈ സൺ പ്രൊട്ടക്ഷൻ കൂടി ചെയ്യുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പം പുറമെ പെട്ടുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീംസ് ഇടുന്നതോടൊപ്പം തന്നെ വളരെ വലുതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളൊരു ഫിസിക്കൽ സൺ പ്രൊട്ടക്ഷൻ വേണം. അതായത് ഒരു ഹാറ്റ്, തൊപ്പി, പിന്നെ ഇതേപോലെ ഒരു കൂളിംഗ് ഗ്ലാസ്, കണ്ണിനെ നമുക്ക് മറയ്ക്കാൻ പറ്റുന്ന ഒരു കൂളിംഗ് ഗ്ലാസ്, ഒരു ഫിസിക്കൽ സൺ പ്രൊട്ടക്ഷൻ, ഒരു തൊപ്പി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഫാഷനബിൾ ആയിട്ടുള്ള തൊപ്പി വെച്ച് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ഒരു ബ്രോഡ് ബ്രിം ഹാറ്റ് വെക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ എന്നൊന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാനായിട്ടും, എന്നാൽ പിന്നെ ഇവിടെ വരെ വന്നല്ലേ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ചെറിയ ഭംഗിയും കൂടെ കാണിച്ചേക്കാം. ഞാനിപ്പം ഇരിക്കുന്നത് ഇവിടെ പോർച്ചുഗൽ ബീച്ചിലാണ്. ഈ ബീച്ചിൻ്റെ തൊട്ട് മുകളിൽ ഗോൾഡൻ ബ്രിഡ്ജ് ഉണ്ട്. അതേപോലെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ നമ്മുടെ ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യു പോലെ അതിൻ്റെ ഒരു ചെറിയ വേർഷൻ ഇവിടെയുണ്ട്. അതൊന്ന് നിങ്ങളെ കാണിക്കാം. സൂമിങ് ഇറ്റ്. ആ ബ്രിഡ്ജിൻ്റെ നേരെ അടുത്ത സൈഡിൽ ഒരു ക്രൈസ്റ്റിൻ്റെ ചർച്ച ഉണ്ടാവും, ബ്രസീലിലെ റിയോ ഡി ജനീറോ പോലെ കാണുന്നത്. ലുക്ക് അറ്റ് ദ സീൻ. ഇത് രസമല്ലേ കാണാൻ. ഇവിടെ ഒരുപാട് ആൾക്കാർ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രസം ഇവിടെ വന്നിരിക്കാൻ കേട്ടോ. ഉച്ചയായിട്ടും ആൾക്കാരെല്ലാം ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ. ഐ ക്യാൻ സീ ഒരുപാട് പേര് ഓടുന്നുണ്ട് ഉച്ചയാണെങ്കിലും.